ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് മില്ലറ്റ് കൊണ്ടുള്ള ഒരു സ്നാക്കാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും കഴിക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ സ്നാക്ക് ബോഡി വെയ്റ്റ് കുറക്കാനും ഡയബറ്റീസ് കുറക്കാനും വളരെ നല്ലതാണ്. ഇത് നമ്മൾ ആവിയിൽ വേവിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് പേൾ മില്ലറ്റാണ്. 1 കപ്പ് പേൾ മില്ലറ്റ് കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഈ സ്നാക്ക് ഏത് മില്ലറ്റ് കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ പേൾ മില്ലറ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഏത് മില്ലറ്റ് വേണമെങ്കിലും കിട്ടും. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പം ഞാനത് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പൗഡറായിട്ട് കിട്ടണം. തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലതുപോലെ പൊടിച്ചെടുക്കണം. ഇതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ 1/4 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ബാറ്ററിന് വേണ്ട ഉപ്പും കൂടി ചേർക്കാം. വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. ആകെ 1 കപ്പ് മില്ലറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ പൊടിയിലേക്ക് ചേർക്കാം. തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പൊടിയിലേക്ക് ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയുടെ അളവ് കറക്റ്റ് അല്ലെങ്കിൽ ആദ്യമേ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം നമുക്ക് നോക്കാനായിട്ട്. കൂടുതൽ ലൂസായി പോകരുത്. നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിലായിരിക്കണം. ചൂടോടുകൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഇത് തണുക്കാൻ മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു വറവ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് പൊട്ടിക്കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് പൊട്ടിക്കാം. ഇനി ഒരു ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണെങ്കിൽ പകുതി ചേർത്താൽ മതിയാകും. പിന്നെ ഇതിലേക്ക് ഉള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഇതിലേക്ക് ഒരു പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതിയാകും. പെട്ടെന്ന് വേകുന്ന വെജിറ്റബിൾസൊക്കെ നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. ക്യാബേജൊക്കെ ചേർത്താൽ വളരെ നല്ലതാണ് കേട്ടോ. റെഡ് ക്യാബേജൊക്കെ ചേർക്കുന്നത് വളരെ നല്ലതാണ്. പൊടിയായി അരിഞ്ഞ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ നിന്നും മാറ്റാം. നമുക്കിത് കുഴച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ബാറ്റർ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. കൈ പതിയെ നനച്ചിട്ട് വേണം ഇത് ഉരുട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം. അപ്പോൾ ഞാൻ അതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ഉരുളകളാക്കി പാത്രത്തിലെടുത്തിട്ടുണ്ട്. നമ്മൾ കുഴച്ച ബാറ്ററിൻ്റെ പകുതി മാത്രമാണ് ഞാനിപ്പോൾ ഉരുട്ടിയെടുത്തിരിക്കുന്നത്. ഈ ബാക്കി വെച്ച ബാറ്റർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഡിന്നറിന് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്താലും മതിയാകും. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു സ്റ്റീമറിൽ വെള്ളം നല്ലതുപോലെ തിളച്ച് ആവി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഈ ഓരോ ഉരുളകളും വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. മീഡിയം ഹീറ്റിൽ വേവിക്കാം. ഈ സമയത്ത് നമുക്കൊരു വറവ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിക്കാം.
കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് കൊത്തിയരിഞ്ഞ സവാള ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ ചെറിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ഞാൻ ചേർക്കുന്നത്. എരിവ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. പച്ചമുളക് ചേർക്കേണ്ടവർക്ക് പച്ചമുളകും ചേർക്കാം കേട്ടോ. ഇതൊന്ന് 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഉടനെ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യുക. നമുക്കിത് ഈ പാൻ സ്റ്റവിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ വേവിച്ച ബോൾസിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ വേവിക്കാൻ വെച്ചിരിക്കുന്ന മില്ലറ്റ് ബോൾസൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പതിയെ തണുത്തതിന് ശേഷം നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, നമുക്ക് വെറുതെ ഇതിങ്ങനെ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്, വളരെ ഹെൽത്തിയുമാണ്. മില്ലറ്റിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇത് വെയിറ്റ് ലോസുകാർക്കൊക്കെ വളരെ നല്ലതാണെന്ന് പറയുന്നത്. ഡയബറ്റീസുകാർക്കും നല്ലതാണ്. അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന പലഹാരങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ മില്ലറ്റ് പൗഡർ കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇടയ്ക്ക് ഇത് ട്രൈ ചെയ്താൽ നിങ്ങളുടെ ഡയബറ്റീസൊക്കെ കുറയും, വെയിറ്റും കുറയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.